അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൂട്ടുകാരെ, നമ്മൾ 2 ആയത്തുകളാണ് സൂറത്തു തഹരീമിൽ മനസ്സിലാക്കിയത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ സംഗതിയെ താങ്കൾ നിഷിദ്ധമാക്കുകയാണോ പ്രവാചകൻ്റെ ഭക്തിമാരുടെ തൃപ്തിക്ക് വേണ്ടി. രണ്ടാമത്തെ ആയത്തുകളിൽ ഇതേ രൂപത്തിൽ ഒരാൾ ശപഥം ചെയ്യുന്നു, സത്യം ചെയ്യുന്നു. ആ സത്യം ചെയ്യുന്നതിന് പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ട്. പ്രായശ്ചിത്തം നൽകിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവരാണ്, കരുണ കാണിക്കുന്നവരാണ് എന്ന് 2 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. ഇനി 3, 4, 5 ആയത്തുകൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇദ് അസറ നബിയ്യു ഇലാ ബഅദി അസ്വാജിഹി ഹദീസൻ ഫലമ്മ നബ്ബഅത് ബിഹി. അത് സൂചിപ്പിക്കുന്നത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി പ്രവാചകൻ്റെ പത്നിമാരോട് പറഞ്ഞു. അസ്വാജിഹി, പ്രവാചകൻ്റെ പത്നിമാരോട്, ഹദീസൻ ഒരു വർത്തമാനം, ഫലമ്മ നബ്ബഅത് ബിഹി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സ്വകാര്യമായി വിവരമറിയിച്ചപ്പോൾ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് നമ്മൾ നേരത്തെ വിശദീകരിച്ച ആ തേൻ കുടിക്കില്ല, ഇനി ഞാനത് ഉപയോഗിക്കില്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഈ ശപഥം ചെയ്തത് ആരോടും പറയണ്ട കേട്ടോ, ഇത് രഹസ്യമായിക്കോട്ടെ എന്നും കൂടി പ്രവാചകൻ ചേർത്ത് പറഞ്ഞിരുന്നു. ഈ ഒരു കാര്യം ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും രഹസ്യം കൈമാറുന്നുണ്ട്. ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ അൽഹറഹുല്ലാഹു അലൈഹി അറഫ ബഅലഹു വ അറല അൻ ബഅലിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു, പ്രവാചകരെ, താങ്കളുടെ ജീവിതത്തിൽ രഹസ്യമായ കാര്യം ഇത് മറ്റൊരാളോട് താങ്കൾ രഹസ്യമാക്കാൻ പറഞ്ഞ ഒരു പത്നി പറഞ്ഞിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുത്തു. ഈ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചു കൊടുത്തത് ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയും അറിയിച്ചു? ഹഫ്സ റളിയല്ലാഹു അൻഹയും അറിയിച്ചു. ഫലമ്മ നബ്ബഅഹ ബിഹി, ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയെ അറിയിക്കുകയും ചെയ്തു. ഇത് കേട്ട സമയത്ത് ഖാലത്ത്, ഹഫ്സ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, മൻ അംബഅക ഹാദ, താങ്കളോട് ധാര പറഞ്ഞ? ഞാനും ആയിഷയും അത്ര രഹസ്യമായി പറഞ്ഞ സംഗതിയാണല്ലോ. ഈ ഞാനും ആയിഷയും ഇത്ര രഹസ്യമായി പറഞ്ഞ ഈ ഒരു സംഗതി താങ്കൾ എങ്ങനെ അറിഞ്ഞു? മൂന്നാമത് ആൾ ആരാണ് ഇപ്പോൾ താങ്കളോട് പറഞ്ഞത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകുന്നത്, ഖാല നബ്ബഅനിൽ അലീമുൽ ഖബീർ, എനിക്കിത് അറിയിച്ചു തന്നത്, എനിക്ക് ഈ വിവരം പറഞ്ഞു തന്നത് സൂക്ഷ്മമായി അറിയുന്ന സർവജ്ഞനാണ്, അള്ളാഹുവാണ് എനിക്കിത് അറിയിച്ചു തന്നതെന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹയോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ ഉപയോഗിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാകുന്ന ഒന്നാമത്തെ വശം എന്നുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി പറഞ്ഞൊരു സംഗതിയെ, പ്രവാചകന്റെ ജീവിതത്തിൽ രഹസ്യമായ ഒരു സംഗതിയെ ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിഷയോട് പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അപ്പോൾ ആ സംഗതി വിവരം ഞാൻ അറിഞ്ഞിരിക്കുന്നു, എന്നാൽ പൂർണ്ണമായി അറിഞ്ഞ ഭാവത്തിലല്ല റസൂലുള്ള പറഞ്ഞത്. ചില കാര്യങ്ങൾ മാത്രം ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഈ വിവരം അറിഞ്ഞിരിക്കണം കേട്ടോ എന്ന് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 3-ാമത്തെ ആയത്തും കഴിഞ്ഞാൽ 4-ാമത്തെ ആയത്തിലൂടെ, ഇൻ തതൂബ ഇലല്ലാഹി ഫഖദ് സഅത് ഖുലൂബുകുമാ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇവരെ രണ്ടുപേരുടെയും, ഇൻ തതൂബ, നിങ്ങൾ രണ്ടുപേരും തൗബ ചെയ്യുന്ന പക്ഷം, അതായത് പ്രായശ്ചിത്തം ചെയ്യുന്ന, നിങ്ങൾ പശ്ചാത്തപിക്കുന്ന പക്ഷം, ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്, ഫഖദ് സഅത് ഖുലൂബുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും ഹൃദയം ചൊരിഞ്ഞിരിക്കുന്നു, ഹൃദയമായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെയും ഹൃദയം, ആ ഹൃദയത്തിൻ്റെ പ്രത്യേകതയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിശദീകരിക്കുന്ന, തെറ്റിപ്പോയിരിക്കുന്നു, വീണുപോയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന പദം എന്നുള്ള സഹത്ത് എന്ന് പറഞ്ഞാൽ വീണു പോവുക, കൊഴിഞ്ഞു പോവുക എന്നല്ല. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയം കൊഴിഞ്ഞു പോയിരിക്കുന്നു, വീണു പോയിരിക്കുന്നു, നിങ്ങൾ തൗബ ചെയ്യുന്ന പക്ഷം. വ ഇൻ തലാഹറ അലൈഹി, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫ ഇന്നല്ലാഹ ഹുവ മൗലാഹു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ സഹായം നൽകുകയാണെങ്കിൽ, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ രണ്ടുപേരും സഹായിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഫ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ഹുവ മൗലാഹു, അവൻ നിങ്ങളുടെ യജമാനനാണ്. അപ്പോൾ നമ്മൾ നേരത്തെയും മൗല എന്ന പദം ഉപയോഗിച്ചു. ആ മതം അപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വീണ്ടും ആയത്തുകളിൽ മൗല എന്ന പദം കാണാൻ സാധിക്കുമെന്ന്. അപ്പോൾ മൗല എന്ന പദം നമ്മുടെ എക്സാമുകളിൽ, പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു പദമാണ്, ഒരുപാട് വട്ടം ആവർത്തിക്കുന്നുണ്ട്. ഈ മൗല എന്ന പദത്തിന് യജമാനെന്നും അടിമയെന്നും ഉറ്റവരെന്നും ചങ്ങാതിയെന്നും അതിഥിയെന്നും രക്ഷാധികാരിയെന്നും സഹായിയെന്നും ബന്ധുവെന്നും ഇങ്ങനെയെല്ലാം മുതലായ ഒരുപാട് അർത്ഥങ്ങൾ മൗലക്ക് ഉണ്ടെന്നുള്ള. അപ്പോൾ ഏറ്റവും നിങ്ങളുടെ ബന്ധുവാണ്, അടുത്ത് നിൽക്കുന്നതാണ് അള്ളാഹു. അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കാൻ നിൽക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾ എന്ത് ചെയ്യും? അതിന് സഹായിക്കും. മാത്രമല്ല, വ ജിബ്രീലു വ സ്വാലിഹുൽ മുഅ്മിനീൻ,
ആരൊക്കെയാണ് നിങ്ങളെ സഹായിക്കുക? നിങ്ങളെ പരസ്പരം ചേർത്ത് വെക്കുക ജിബ്രീലും സത്യവിശ്വാസികളിലെ സദൃത്തരും മാത്രമല്ല വൽ മലായികത്തു ബഅദ ദാലിക ളഹീറ, നിങ്ങളെ സഹായിക്കുവാനും വേണ്ടി അതിന് പുറമെ മലക്കുകളും എല്ലാവരും പിന്തുണക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും സത്യവിശ്വാസികളും മലക്കുകളും ജിബ്രീലൊക്കെ നിങ്ങളെ പിന്തുണക്കുമെന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് ഈ സംഭവത്തെക്കുറിച്ചിട്ട് ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യം ഇത് മറ്റുള്ള ആരോട് പറഞ്ഞത്, ഇതാര് തമ്മിൽ നടന്ന ചർച്ചയാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പേടിച്ചിട്ട് ഞാൻ ചോദിച്ചില്ല. അങ്ങനെ ഒരു യാത്രക്ക് സാഹചര്യം കിട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അത് ഹഫ്സയും ആയിഷയുമാണെന്ന്. ഇത് നമ്മൾ അവസാനത്തെ ഈ 5-ാമത്തെ ആയത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സാബിദാത്തിൻ വ അബ്കാറൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പത്നിമാരായ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്ന പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അസ്വാജൻ ഖൈറൻ മിൻകും, നിങ്ങളെക്കാൾ ഉത്തമരായ ആളുകളെ കൊടുക്കും. ഏതിൽ നിന്ന്? മുസ്ലിമാത്തിൻ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്നും, മുഅ്മിനാത്തിൻ സത്യവിശ്വാസികളായ, ഖാനിതാത്തിൻ ഭയഭക്തി കാണിക്കുന്നവരായ, തായിബാത്തിൻ പശ്ചാത്തപിക്കുന്നവരായ, ആബിദാത്തിൻ ആരാധനകൾ ചെയ്യുന്നവരായ, സായിഹാത്തിൻ വ്രതം അനുഷ്ഠിക്കുന്നവരായ, മാത്രമല്ല ചേർത്തു വെക്കുന്നു സായിബാത്തിൻ എങ്ങനെ വിധവകളുമായിട്ടുള്ള അല്ലെങ്കിൽ അബ്കാരി കന്യകളായിട്ടുള്ള ആളുകളെ. അപ്പോൾ നിങ്ങളെങ്ങാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെക്കാൾ ഉത്തമരായ പത്നിമാരെ, ഏറ്റവും സുഖസുന്ദരമായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകും എന്നൊരു വർത്തമാനമാണ് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി പറഞ്ഞൊരു സംഗതി അത് പരസ്യമാക്കി. പ്രവാചകന് രണ്ടുപേരും ഒരുമിച്ച് ഇരുന്നിട്ടൊരു ചർച്ച നടത്തി, രഹസ്യമായ ചർച്ച നടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച രഹസ്യത്തെ. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളൊന്നും ഒരിക്കലും വന്നുകൂടാ എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ് സായിഹാത്ത് എന്ന് പറഞ്ഞാൽ വ്രതമനുഷ്ഠിക്കുക. അതിങ്ങനെ സഞ്ചരിക്കുക എന്നൊക്കെ അതിനെന്ത് അർത്ഥമുണ്ട്. അപ്പോൾ വ്രതമനുഷ്ഠിക്കുന്ന എല്ലാ രൂപത്തിലും സൽസ്വഭാവിയായിട്ടുള്ള മുത്തഖീങ്ങളായ, അതേ രൂപത്തിൽ തായിബാത്തുകളായിട്ടുള്ള, തൗബ ചെയ്യുന്ന പശ്ചാത്തപിക്കുന്നവരായ നല്ല സ്ത്രീകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇണയായിട്ട് നൽകും. അതുകൊണ്ട് നിങ്ങൾ നല്ല രൂപത്തിൽ നിന്നിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെങ്ങാനും ത്വലാഖ് ചൊല്ലിയാൽ, വിവാഹമോചനം നടത്തിയാൽ അത് ബുദ്ധിമുട്ടാണെന്ന രൂപത്തിലാണ് ഈ ആയത്തുകളിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ചുരുക്കി നമുക്ക് ഈ ആയത്തുകളിൽ മുഴുവൻ മനസ്സിലാകുന്നത്, ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിസാരമായി പ്രവാചകൻ നിസാരമായി പറഞ്ഞൊരു സംഗതിയെ പോലും ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ ഹലാലാക്കിയ സംഗതിയെ താങ്കൾ ഹറാമാക്കുകയാണോ എന്ന രീതിയിലേക്ക് എത്തുന്നു. അപ്പോൾ അള്ളാഹു ഹലാലാക്കിയ അനുവദിച്ചൊരു വസ്തുവെ ആരും ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് അതിനെ തള്ളിക്കളയുകയോ അത് ഞാൻ ചെയ്യില്ല, ഉപയോഗിക്കില്ലെന്ന് പറയാൻ പാടില്ലെന്നും, പിന്നീടാണ് നല്ലതല്ലാത്ത വിഷയം വന്നു കഴിഞ്ഞാൽ, നല്ലൊരു കാര്യം മറ്റൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ സത്യം ചെയ്യാം, ഈ സത്യം ലംഘിക്കാം, അതിന് പ്രായശ്ചിത്തം നൽകിയാൽ മതി എന്ന. അങ്ങനെ സത്യം ചെയ്തു കഴിഞ്ഞാലുള്ള കഫാറത്ത് നൽകണം എന്ന് മാത്രമാണ്. പിന്നെ സ്ത്രീകൾ അവരെത്ര ഉന്നതിയിലാണെങ്കിലും, എത്ര പദവിയുള്ള ആളുകളാണെങ്കിലും, അവിടെ സ്വഭാവങ്ങളിലൊക്കെ വരുന്ന സ്വാഭാവികമായ സ്ത്രീകൾ വരുന്ന ചില പ്രയാസങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റൂലെങ്കിലും മനുഷ്യ സഹജമായ ചില പ്രശ്നങ്ങളാണ്. അത് ആ നിലക്ക് തന്നെയാണ് കാണേണ്ടതെന്നും, ഒരാളുടെ രഹസ്യം അത് രഹസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളോട് ഇത് പറയാൻ പാടില്ലെന്നുള്ള പാഠവും ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനപദവി അള്ളാഹു ഇതിലൂടെ ഉയർത്തുന്നു. പ്രവാചകൻ രഹസ്യമായ സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ബാക്കിയുള്ളവരോട് പറയുകയോ ഒന്നുകൂടി അതിനെ ഗൗരവത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് കൃത്യമായ ആ പ്രവർത്തനം ചേർത്ത് പിടിക്കണമെന്നുമാണ് ഈ 5 ആയത്തുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗാർഹികമായി നമ്മൾ വീടുകളിലൊക്കെ പരിചരിക്കേണ്ട, വീടുകളിൽ നടപ്പിലാക്കേണ്ട നിയമ നിർമ്മാണ നടപടികളെ ക്രമപ്പെടുത്തിയാണ് ഈ 5 ആയത്ത് സൂറത്ത് തഹ്രീമിലെ ആദ്യത്തെ 5 ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന വചനങ്ങളെല്ലാം ഈ വീടുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാതിരുന്നാൽ, ഒരു കുടുംബ വിഷയത്തിൽ കുടുംബനാഥൻ്റെ റോൾ എന്താണ്,
എന്നതിനെക്കുറിച്ചാണ് ഇനി വരുന്ന ആയത്തുകളെല്ലാം. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവരും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി അത് ആവർത്തിക്കുകയും തഫ്സീറുകൾ, അമാനിമൂലയുടെ തഫ്സീർ കൃത്യമായി പലതവണ വായിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.